ഇത് എവിടെ നിർത്തിയേക്കുന്നത്? ഇത് എവിടെ നിർത്തിയേക്കുന്നത് നോക്കെ. സീബ്ര ക്രോസിംഗ് എവിടെ? ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ KSRTC-ക്കാരാ ഈ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ സ്റ്റോപ്പ് ലൈൻ കഴിഞ്ഞ് വരരുത്. ബാക്കി എല്ലാവർക്കും സിഗ്നലായിരുന്നു. KSRTC-ക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുഴപ്പം. 3 or 4 പേരാണ് ഇപ്പം. ഇത് ബോധവൽക്കരണ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കടന്നു പോയാൽ നിങ്ങളുടെ ലൈസൻസ് കട്ടാവും ഇനി മുതൽ. ഇത്രയും നേരം നമ്മൾ ഇവിടെ നിന്ന് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ നിയമലംഘനം കാണിക്കുന്ന KSRTC-ക്കാരാ അല്ലേ? നിങ്ങൾ കണ്ടില്ലയോ KSRTC-ക്കാരിൽ ഏറ്റവും കൂടുതൽ നിയമലംഘനം കാണിക്കുന്നത്? ട്രാഫിക് നിയമങ്ങളും ലൈൻ ട്രാഫിക്കും തെറ്റിക്കുന്നതിൽ ഏറെയും KSRTC ബസ്സുകളാണ്. പറയുന്നത് ജില്ലയിലെ ആദ്യത്തെ വനിതാ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് മഞ്ജു. ശനിയാഴ്ച കൊട്ടാരക്കരയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം നടത്തിയ ബോധവൽക്കരണത്തിനിടെയാണ് KSRTC ബസ്സുകളുടെ ഇത്തരം ട്രാഫിക് നിയമലംഘനങ്ങൾ വനിതാ ഓഫീസർ നേർക്കുനേർ ചൂണ്ടിക്കാട്ടിയത്. നിയമം തെറ്റിച്ചെത്തിയവരോടെല്ലാം വനിതാ AMVI നിയമലംഘനങ്ങളുടെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി നൽകി. ബോധവൽക്കരിക്കേണ്ടി വന്നതിൽ കൂടുതലും KSRTC ഡ്രൈവർമാരെയാണ്. റോഡ് നിയമങ്ങൾ തെറ്റിച്ചാൽ ലൈസൻസ് റദ്ദാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ പലരും പ്രതിരോധ ന്യായങ്ങൾ നിരത്തി. ബോധവൽക്കരണമായതുകൊണ്ട് പലരെയും നടപടിയെടുക്കാതെ തൽക്കാലം വിട്ടയച്ചു. ഹെൽമറ്റ് ധരിച്ചിട്ടും സ്ട്രാപ്പ് ക്ലിപ്പ് ഘടിപ്പിക്കാത്തവർക്ക് ക്ലിപ്പ് ഘടിപ്പിച്ച് സുരക്ഷിത യാത്ര ആശംസിച്ചാണ് വിട്ടയച്ചത്. കഴിഞ്ഞ ദിവസം കൊല്ലം ചടയമംഗലത്ത് ബൈക്ക് യാത്രികരായ കോളേജ് വിദ്യാർത്ഥികളുടെ ദാരുണമരണമുണ്ടായത് KSRTC ബസ് ഡ്രൈവറുടെ അശ്രദ്ധയെ തുടർന്നാണെന്ന് വനിതാ ഓഫീസർ ചൂണ്ടിക്കാട്ടി. എല്ലാ KSRTC ബസ് ഡ്രൈവർമാർക്കും റോഡ് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം അത്യാവശ്യമാണെന്ന് AMVI പറയുന്നു. KSRTC ബസ്സുകൾ പരിശോധിച്ച് നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തണമെന്നതാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് ഈ വനിതാ AMVI ലവലേശം ശങ്കയില്ലാതെ ചൂണ്ടിക്കാട്ടി. ഇതെവിടെ നിർത്തിയേക്കുന്നത്? ഇതെവിടെ നിർത്തിയേക്കുന്നത്? ഇതെവിടെ നിർത്തിയേക്കുന്നത് നോക്കെ. സീബ്ര ക്രോസിംഗ് എവിടെ? സീബ്ര ക്രോസിംഗ് കഴിഞ്ഞ് അങ്ങനെ ഫ്രണ്ടിൽ നിർത്താൻ പറ്റില്ല. സീബ്ര ക്രോസിംഗിന് പുറകെ സ്റ്റോപ്പ് ലൈൻ ഉണ്ട്. ഇതാ അപകടങ്ങൾ ഉണ്ടാകുന്ന കാരണം അറിയാമോ? അങ്ങനെ പാടില്ല ഒരിക്കലും. സീബ്ര ഇനി ആവർത്തിക്കരുത്. ഇത് ബോധവൽക്കരണോ? ഇന്ന് ഫൈനില്ല, ലൈസൻസ് പോവും കേട്ടോ. ഇത് എവിടെ നിർത്തിയത്? സ്റ്റോപ്പ് ലൈന് ബാക്കിലായിട്ട് നിർത്തണ്ടേ? ഇത് എവിടെ വണ്ടി കൊണ്ട് നിർത്തിയേ? സ്റ്റോപ്പ് ലൈന് ബാക്കിലായിട്ടല്ലേ വണ്ടി നിർത്തണ്ടേ? ഇത് എവിടെ വണ്ടി നിർത്തിയേ? ഇവിടെ നിൽക്കുമ്പോൾ എല്ലാ KSRTC-ക്കാരാ ഈ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ സ്റ്റോപ്പ് ലൈൻ കഴിഞ്ഞ് വരരുത്. അതിന് ബാക്കിൽ നിർത്തണം. ഇപ്പൊ ബാക്കി എല്ലാവർക്കും സിഗ്നലായിരുന്നു. KSRTC-ക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ കുഴപ്പം. 3 or 4 പേരാണ് ഇപ്പം. ഇത് ബോധവൽക്കരണ ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നിയമം ലംഘിച്ചാലുണ്ട് നിങ്ങളുടെ ലൈസൻസ്. സീബ്ര വരയുടെ നടുക്ക് നിർത്തണം, ബാക്കിലായിട്ട് നിർത്തണം. സ്റ്റോപ്പ് ലൈന് ബാക്കിലായിട്ട് നിർത്തണം. ഇങ്ങനെ കടന്നു പോയാൽ നിങ്ങളുടെ ലൈസൻസ് കട്ടാവും ഇനി മുതൽ. നിയമം എല്ലാം കർശനമാക്കി. ഇനി ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്സിൽ നിർത്തിയേക്കുക. ഇനി ആവർത്തിക്കരുത് കേട്ടോ. നമ്മളിവിടെ ഈ ബോധവൽക്കരണ ക്ലാസ്സുമായി നിന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കാണിക്കുന്ന KSRTC ഡ്രൈവേഴ്സാണ്. KSRTC ഡ്രൈവർമാർക്ക് അത്യാവശ്യമായി അവർക്കൊരു ക്ലാസ് കൊടുക്കേണ്ടതുണ്ട്. ചടയമംഗലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായി, നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അത് ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണ് അത് സംഭവിച്ചത്. 2 കുട്ടികളുടെ ജീവൻ പൊലിക്കും അല്ലേ? ഡ്രൈവർ അശ്രദ്ധമായി ഓവർടേക്ക് ചെയ്തതാണ് അപകട കാരണം. വീഡിയോ ഞാൻ വേണേൽ കാണിക്കാം. അതുകൊണ്ട് KSRTC ഡ്രൈവർമാർക്ക് അത്യാവശ്യമായി അവർക്ക് നമുക്കൊരു ക്ലാസ് കൊടുക്കുക. ട്രെയിനിങ് ആവശ്യമുണ്ട് അവർക്ക്. ഒരുപക്ഷെ അവരുടെ അറിവില്ലായ്മയാവാം, അല്ലെങ്കിൽ അവരുടെ സമയമില്ല എന്നുള്ള കാരണം. അവർ തിരക്കാവാം, സമയമില്ല എന്നല്ല, അവരുടെ തിരക്കാണ്. അവരുടെ അമിതമായ തിരക്കാണ് ഈ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. എന്തിനാ നമുക്ക് 1 മിനിറ്റ് താമസിച്ചാൽ നമ്മുടെ ജീവനേക്കാൾ വലുതാണോ മറ്റെന്തും? ഒരു ജീവനേക്കാൾ വലുതല്ലല്ലോ. സമയം 5 മിനിറ്റ്. നമ്മളൊരാളെ ഇടിച്ച് അവിടെ വഴക്കുണ്ടായി, അവിടെ സംസാരിച്ച് നമ്മുടെ എത്രയോ മിനിറ്റുകൾ അവിടെ നഷ്ടപ്പെടും. അതിനേക്കാൾ ഒന്ന് പതുക്കെ പോയാലേ നമുക്ക് എല്ലാവർക്കും നല്ലത്. അതല്ലേ സമൂഹത്തിന്, അതല്ലേ നല്ലത്. ജില്ലയിലെ ഏക വനിതാ മോട്ടോർ വാഹന ഇൻസ്പെക്ടർ കൂടിയാണ് എസ് മഞ്ജു. വില്ലേജ് വാർത്ത, കൊട്ടാരക്കര.